ക്ലെയിം ചെയ്യുന്നത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതായത് സാധാരണഗതിയിൽ ഞാൻ ചെയ്തിട്ടുള്ള ചെയ്യാൻ സാധ്യതയുള്ള ഒരു കഥാപാത്രമല്ല ഇതിലെ ടോണി ഐസക്കിന്റെ നെഗറ്റീവ് ഷെയ്ഡ്സ്. അതിന്റെ എക്സ്റ്റെന്റ് എന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. അത് പ്രേക്ഷകർക്ക് അതിന്റെ രസം നഷ്ടപ്പെടും. ഞാൻ എൻ്റെ എഫേർട്സ് ഇട്ടിട്ടുണ്ട്, മാക്സിമം എഫേർട്സ് ആ റോള് ചെയ്യാൻ വേണ്ടി ഞാൻ ഇട്ടിട്ടുണ്ട്. അതാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, മാർക്ക് എന്ന് പറയുന്ന സിനിമയെ കുറിച്ചുള്ള പ്രശ്നങ്ങൾ, അതിൽ ഡെപ്സി പാടിയ പാട്ട് മാറ്റിവെക്കുന്നു, ഡെപ്സി അതിന്റെ മറുപടി കൊടുക്കുന്നു. അങ്ങനെ ഒരു വിഷയം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ജഗദീഷ് ഈ അടുത്ത കാലഘട്ടത്തിൽ ഏറ്റവും ഗംഭീര വേഷങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നത്. ഏറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ രഞ്ജിത്തിന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു കുറച്ചു കാലം മുമ്പ്, ഉണ്ണിയാറിന്റെ കഥയിലിറങ്ങിയ ഒരു സിനിമ. ആ ഒരു സിനിമയുടെ അഭിനയത്തിന് ശേഷമാണ്, ആ സിനിമയിലെ ഒരു അഭിനയത്തിന് ശേഷമാണ് ഇദ്ദേഹം ഇതുപോലത്തുള്ള ഒരു ഗംഭീര വേഷം, തമാശ കഥാപാത്രം എന്നത് മറന്നുപോവുകയും വേറൊരു തരത്തിലുള്ള ഒരു ഷെയ്ഡിലേക്ക് ജഗദീഷ് എന്ന് പറയുന്ന ഈ നടൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ആ ഒരു സിനിമയോട് കൂടി നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ മാർക്കോ എന്ന് പറയുന്ന ആ ഒരു സിനിമയെ കുറിച്ചിട്ടാണ് ജഗദീഷ് ഈ അടുത്ത കാലത്ത് 1-2 പത്രപ്രസ്ഥാനവും മറ്റൊക്കെ നടത്തിയിരുന്നത്. ഏറ്റവും നെഗറ്റീവ് ഷെയ്ഡുള്ള, ഒരു പക്ഷേ ഇതുവരെ ജഗദീഷ് എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാണ്. ഇത് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ, അതിനപ്പുറം എനിക്കൊന്നും അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല എന്ന് ജഗദീഷ് പറയുന്നുണ്ട്. എന്നാൽ അതേ സമയം തന്നെ ഈ ഒരു സിനിമയിലെ വയലൻസിനെ കുറിച്ച് ഒരുപാട് പേർ സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്, ഒരുപക്ഷെ മലയാള സിനിമ കണ്ടതിൽ വെച്ചിട്ട് വയലൻസ് എന്നുള്ള വാക്കിനെ ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ സിനിമ കാണാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമാണ്. ഇത് സെൻസർ ബോർഡിന്റെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 18 വയസ്സിന് താഴെ കുട്ടികൾക്ക് ഇത് കാണാൻ പാടില്ലാന്നും ഒരു സർട്ടിഫിക്കറ്റ് സിനിമയായിട്ട് ഇത് മാറാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചന ജഗദീഷ് തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അഡൽട്ട് ഓൺലി എന്നുള്ളതാണ്. അത് സെക്ഷൽ കണ്ടന്റ് എന്ന അർത്ഥം മാത്രം എടുക്കരുത്. അത് അതിഭീകരമായിട്ടുള്ള, കുട്ടികൾക്ക് കാണാൻ സാധിക്കാത്ത വയലൻസ് ഉള്ള, ഗർഭിണികൾക്ക് കാണാൻ സാധിക്കാത്ത വയലൻസ് ഉള്ള, മനസ്സ് വളരെ പെട്ടെന്ന് തകർന്നു പോകുന്നവർക്ക് കാണാൻ സാധിക്കാത്ത തരത്തിലുള്ള വയലൻസ് ഉള്ള സിനിമയായിരിക്കണം എന്ന രീതിയിലാണ് ഇവർ പറയുന്നത്. ഇതിനെക്കുറിച്ച് ജഗദീഷ് തന്നെ വേറൊരു ഇന്റർവ്യൂ പറയുന്നൊരു കാര്യമുണ്ട്, ഒന്ന് കേട്ടു നോക്കൂ. ഏറ്റവും ക്രൂവലായിട്ടുള്ള, സമൂഹത്തിൽ ഒരിക്കലും മാതൃകയാക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല, അയ്യോ എന്നെ കൊല്ലാൻ പ്രേക്ഷകർക്ക് തോന്നുന്ന തരത്തിലുള്ള വേഷങ്ങൾ എനിക്ക് തന്നെ പേടിയാവും. എന്നെ കൊണ്ട് ഇത് എന്തൊക്കെയാ ചെയ്യിക്കുന്നെന്നുള്ളത് പുകവലി മദ്യപാനമൊക്കെ പോട്ടെ, അതിന്റെ അപ്പുറമുള്ള ചില കാര്യങ്ങൾ. അപ്പോ ചുമ്മാ ഒരു പുകവലി മദ്യപാനം എന്ന രീതിയിലൊന്നല്ല നമ്മൾ ഇതിനെടുക്കേണ്ടത്. അതിനേക്ക് അപ്പുറത്തുള്ള പ്രേക്ഷകർക്ക് ഒരുപക്ഷെ തന്നെ കൊല്ലാൻ തോന്നുന്ന തരത്തിലുള്ള ഒരു വേഷമാണ് ഞാൻ ആ ഒരു സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നത് ജഗദീഷ് തുറന്നു പറയുന്നുണ്ട് കേട്ടോ. ഈ അടുത്ത കാലത്താണ് ഇത്തരത്തിലുള്ള ഈ നെഗറ്റീവ് കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അതിഭീകരമായിട്ടുള്ള വയലൻസ് ഉള്ള സിനിമകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് എത്താൻ തുടങ്ങിയത്. എന്തോ ആളുകൾക്ക് അത്തരം സിനിമകൾ കൂടുതലായിട്ട് ഇഷ്ടമായി വരുന്നുണ്ട്. അത്തരം വയലൻസുകൾ കാണാൻ തിങ്ങിക്കൂടിയിട്ട് തിയേറ്ററിൽ ആള് കൂടി വരുന്നുണ്ട് എന്നത് തന്നെ ആയിരിക്കണം എന്ന് പറയുന്ന നമ്മുടെ ഉണ്ണി മുകുന്ദൻ ഫിലിംസ് ഇത്തരത്തിലുള്ള സിനിമയായിട്ട്, മാർക്കോ എന്ന് പറയുന്ന ഒരു പേരിലൊരു സിനിമയായിട്ട് എത്താൻ സാധിക്കും. ഒരുപക്ഷെ പറയുന്നത് നെഗറ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത് അതിന്റെ പീക്കിലാണ്. ഇതേ തന്നെ വേറൊരു ഇന്റർവ്യൂവിൽ ജഗദീഷ് ഞാൻ ഈ ജഗദീഷിനെ മാത്രം എടുത്ത് പറയുന്നത് അതോടൊപ്പം റെലവെന്റ് ആണ്. അദ്ദേഹത്തിന്റെ കാര്യങ്ങളെ, വാക്കുകളെ വിശ്വസിക്കാം എന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ടാണ്, അല്ല വേറെ ഒന്നുമല്ല കേട്ടോ. എന്നെ കൊണ്ട് ചെയ്യിച്ചിരിക്കുന്നത് വളരെ എന്താ പറയാ നെഗറ്റീവ് ഉള്ള എലിമെന്റ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. ക്രൂവൽ ആയിട്ടുള്ള ഒരു കഥാപാത്രം, അതിനകത്ത് ഫിസിക്കൽ ആയിട്ടുള്ള ടിഷ്യൂ അല്ല, ഒരു ക്രൂവൽ ആയിട്ടുള്ള ഒരു കഥാപാത്രത്തിന്റെ ഷെയ്ഡ്സ് അത് ഞാൻ പരമാവധി സിൻസിയർ ആയിട്ട് തന്നെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് പ്രേക്ഷകരെ തീർച്ചയായിട്ടും വിലയിരുത്തുക. അതിന്റെ റിസൾട്ട് വരുമ്പോഴാണ് എനിക്ക് സന്തോഷം ഉണ്ടാവുക. ഇപ്പൊ എനിക്ക് ആകാംക്ഷയാണ്, പ്രേക്ഷകരെ പോലെ തന്നെ പ്രേക്ഷകർ ചോദിക്കുന്നത് ഇതാണ് മാർക്കോ എന്ന് പറയുന്നത് എനിക്ക് താല്പര്യമാണ്. മാർക്കോ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് ഞാനാണ്. പ്രേക്ഷകരെ പോലെ തന്നെ മാർക്കോയുടെ ഞാൻ ഫസ്റ്റ് ഡേ തന്നെ കാണാൻ റെഡി ആയിരിക്കുകയാണ്. എനിക്ക് കാണണം, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ മാർക്കോ കാണണം എനിക്ക് താല്പര്യം. എന്തായാലും അത് ആളുകൾക്ക് ഒരു വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ എനിക്ക് മാർക്കോ കാണണം. ഇത്രത്തോളം ഷെയ്ഡുള്ള, നെഗറ്റീവ് ഷെയ്ഡുള്ള വേഷം ഞാൻ ചെയ്തിട്ടില്ല. 2 തരത്തിലാണ് ഒരു പക്ഷേ ഈ വാക്കുകളെ ആളുകൾ ഏറ്റെടുക്കുക. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇത്തരത്തിലുള്ള ഭീകരമായിട്ടുള്ള വയലൻസ് സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല, താല്പര്യമില്ല. അങ്ങനെ അങ്ങോട്ട് പോയിട്ട് സിനിമ തകർത്ത് തരിപ്പണാക്കി നമ്മുടെ മനസ്സൊക്കെ തകർത്ത് എന്തെങ്കിലും അവസ്ഥയിലേക്കൊക്കെ ഇങ്ങോട്ട് പോരാൻ എനിക്ക് വലിയ താല്പര്യം. എന്നാൽ അതൊരു സിനിമാറ്റിക് മൂഡിലാണ് അതിൻ്റെ വയലൻസ് ഒക്കെ മുന്നോട്ട് പോകുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ
തലൈവരുടെ സിനിമകൾ പോലൊക്കെ ആണെങ്കിൽ, രജനീകാന്തിന്റെ സിനിമകൾ പോലൊക്കെ ആണെങ്കിൽ ആ ഹായ് ഹായ് എന്ന രീതിയിൽ മോഹൻലാലിന്റെ അതിലത്തെ സ്വാഗും സ്റ്റൈലും ഒക്കെ നമുക്ക് രസമായിട്ട് ഇങ്ങനെ കണ്ടുപോകാന്നുള്ള. പക്ഷെ അതല്ലാതെ നമ്മളെ മാനസികമായിട്ട് തകർത്ത് കളയുന്ന സിനിമകളൊക്കെ ആണെങ്കിൽ അത്തരം സിനിമകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണാറില്ല. ജഗദീഷിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഈ സിനിമ ഞാൻ പോയി കാണണമെന്ന് പറയുന്ന ഒരു വലിയ സംശയമൊക്കെ എനിക്ക് ഉണ്ടാവുന്നുണ്ട്. കാരണം ഇത്രയ്ക്ക് നെഗറ്റീവ് സാധനങ്ങൾ പോയി കണ്ട് എനിക്ക് എൻ്റെ മനസ്സിനെ നശിപ്പിക്കുന്ന എന്തിനാ. എന്നാൽ അതേ സമയം തന്നെ ഞാനെന്ന് പറയുന്നത് വെറും 1% ഉണ്ടാവുള്ളൂ കേട്ടോ എന്നെപ്പോലെ ആളുകൾ. അതിനൊക്കെ അപ്പുറത്ത് 99% ആളുകൾ, കുട്ടികളും ചെറുപ്പക്കാരും ഇത്തരം സിനിമകൾ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇത്തരം വയലൻസുകൾ, കൊലപാതകങ്ങൾ, ഇത്തരം അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള അട്രോസിറ്റികളൊക്കെ കാണുകയും അത് എൻജോയ് ചെയ്യുന്ന ഒരവസ്ഥയാണ്. കാരണം അവർ പുത്തൻ ഗെയിമിംഗ് സ്റ്റൈലൊക്കെയാണ് അവർക്ക് അതിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അത്തരം ആളുകൾക്ക് തീർച്ചയായിട്ടും മാർക്കോ എന്ന് പറയുന്ന സിനിമ ഒരു ഗംഭീര വിരുന്നായിരിക്കും. കാരണം പറയുന്നത് ഒരുപക്ഷെ ബോളിവുഡിലൊക്കെ എടുത്ത സിനിമകൾ ഒരു തരം പാറ്റേണിലാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നതാണ്. എന്തായാലും സിനിമ വരട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. സിനിമ വരട്ടെ, ആ ദിവസം ആളുകൾ കയറിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയട്ടെ. കഴിയുമെങ്കിൽ ഞാനൊന്ന് കാണാൻ ശ്രമിക്കും. വലിയ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ചുമ്മാ നമ്മളെ നശിപ്പിക്കാതെ നമുക്ക് ഇറങ്ങിപ്പോരല്ലോ, അല്ലേ? ബൈ.